രാജ്യത്തെ സെൻസസ് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണത്തെ പ്രത്യേകത ഡിജിറ്റൽ സെൻസസ് ആണ്. നിങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ നടത്താം. അതായത് എന്യൂമറേറ്റർമാർ ജൂലൈ 1 മുതലാണ് നിങ്ങളുടെ വീടുകളിൽ വരുന്നത്. അതിനു മുമ്പ് ജൂൺ 16 മുതൽ ഈ മാസം 30-ാം തീയതി വരെ, ജൂൺ 30 വരെ നിങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ നടത്താം. സെൽഫ് എന്യൂമറേഷൻ നടത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് sc.census.gov.in എന്ന സൈറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണ്, കേരള എന്ന് കൊടുക്കണം. അവിടെ തന്നിരിക്കുന്ന ക്യാപ്ച പൂരിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. പിന്നീട് ചെയ്യേണ്ടത് ഗൃഹനാഥൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കുന്നു, നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ മൊബൈലിൽ വരുന്നു. ആ OTP നിങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നൽകാൻ പറ്റും. തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ ജില്ല, സ്ഥലം ഏതാണ്, ആ പ്രദേശം ഏതാണ്, അതേപോലെ തന്നെ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജിയോ മാപ്പിൽ നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ 34 ക്വസ്റ്റ്യൻ ആണ് നൽകേണ്ടത്. ഇതിൽ 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ ആദ്യം കൊടുക്കുന്നുണ്ട്, അത് അതിൽ തന്നെ ഉണ്ടാവും. അടുത്ത് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങളതിൻ്റെ ആ ഉത്തരം അതിനകത്ത് മാർക്ക് ചെയ്താൽ മതി. സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങൾ എന്ന ചോദ്യാവലിയാണുള്ളത്. അതിനകത്ത് നിങ്ങളുടെ സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി ഏതാണെന്നുള്ള ചോദ്യമാണ്. അതിന് നിങ്ങൾക്ക് അനുയോജ്യമായി, നിങ്ങളുടെ വീട് എങ്ങനെയാണ് ഉണ്ടാക്കിയതിന് അനുയോജ്യമായ ഉത്തരമാണ് എഴുതേണ്ടത്. അതിൽ തന്നിരിക്കുന്നത് മണ്ണ്, മരം അഥവാ മുള, ചുട്ട ഇഷ്ടിക, കല്ല്, സിമൻറ്റ്, മൊബൈൽ ഓർ ടൈൽസ്, മറ്റുള്ളവ. ഇതിലേതുകൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യും. അടുത്ത ചോദ്യം, സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി ഏതാണ്? അതിലും ഇങ്ങനെ നിരവധി കാണാം നമുക്ക്. മണ്ണ്, മരം, മുള, ചുട്ട ഇഷ്ടിക, കല്ല്, സിമൻറ്റ്, മൊസൈക്ക്, മറ്റുള്ളവ. സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി ഏതാണെന്നായിരിക്കും അടുത്ത ചോദ്യം. അതും ഇങ്ങനെ പുല്ല്, ഓല, പ്ലാസ്റ്റിക്, പോളിത്തീൻ, മരം, സിമൻറ്റ്, ചുട്ട ഇഷ്ടിക, കോൺക്രീറ്റ്. അപ്പം കോൺക്രീറ്റ് വീടാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് നേരെ മാർക്ക് ചെയ്യുക. അപ്പോൾ അടുത്തത് കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോദിക്കുന്നത്. കുടുംബനാഥൻ്റെ പേര് ചോദിക്കുന്നു. ഏത് ഭാഷയിലാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, ആ ഭാഷ, നമ്മൾ നേരത്തെ മലയാളം തിരഞ്ഞെടുത്തില്ല, ആ ഭാഷ കൂടി നമ്മൾ കൊടുക്കണം. കുടുംബനാഥൻ്റെ ലിംഗഭേദം ഏതാണ്, പുരുഷനാണോ സ്ത്രീയാണോ, ആണാണോ പെണ്ണാണോ എന്ന് കൊടുക്കണം. പട്ടികജാതിയോ പട്ടികവർഗമോ ആണെങ്കിൽ അങ്ങനെ എഴുതുക, മറ്റുള്ളവരാണെങ്കിൽ മറ്റുള്ളവർ. അപ്പോൾ നിങ്ങൾ പട്ടികജാതിക്കാരാണെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തതിൽ പട്ടികജാതിക്കാരുടെ ലിസ്റ്റ് ഏതൊക്കെയാണ്, ആദി ദ്രാവിഡ, ആന്ധ്ര, ആദി കർണാടക, അജില, അരുന്ധതിയാർ, അങ്ങനെ നിരവധി പട്ടികജാതി ലിസ്റ്റുണ്ട്. അതിൽ നിങ്ങളുടേതാണോ എന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത് നമ്മൾ വീട്ടിൽ താമസിക്കാനുള്ള മുറി. സാധാരണ നമ്മൾ പറയുന്ന ബെഡ്റൂമിൻ്റെ എണ്ണമല്ല ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂം ആണെങ്കിൽ ഒരു സ്വീകരണ മുറി കൂടി ഉണ്ടെങ്കിൽ ആ 3ഉം 1ഉം കൂട്ടി 4 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വീകരണ മുറി കൂടി നമ്മുടെ ഈ എണ്ണത്തിനകത്ത് വരും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ എത്ര ദമ്പതികൾ താമസിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനും അമ്മയും അതിൻ്റെ കൂട്ടത്തിൽ മകനും ഭാര്യയും ഉണ്ടെങ്കിൽ 2 ഫാമിലി എന്ന് നമ്മൾ കൊടുക്കണം. ഇനി കുടുംബത്തിന് ലഭ്യമായ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് ഏതാണ് എന്ന് കൊടുക്കണം. അതായത് നമ്മൾ വീട്ടിലെ കിണറിൽ നിന്നാണോ വെള്ളം ഉപയോഗിക്കുന്നത്, അല്ല പൈപ്പ് ശുദ്ധജല പൈപ്പാണോ, ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളമാണോ, കിണറിൽ നിന്നാണോ, ഇനി അഥവാ ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളമാണോ, ഹാൻഡ് പമ്പാണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതാണോ എന്നുള്ളത് നമ്മൾ എഴുതുക. അടുത്തത് കുടിവെള്ള സ്രോതസ്സിന് ലഭ്യതയാണ്. അതായത് കുടിവെള്ള സ്രോതസ് നമ്മുടെ ഇവിടെ തന്നെ കിട്ടുവാണോ, അല്ല നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് പരിസരത്ത് പോയിട്ട് എടുക്കുകയാണോ, അല്ലെങ്കിൽ കുറേ അകലെ പോയിട്ട് എടുക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ടാപ്പോ കിണറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിസരത്ത് തന്നെ കൊടുക്കുക. ഇനി അടുത്തത് വെളിച്ചത്തിൻ്റെ സ്രോതസ് ഏതാണ്. നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളാണ് വൈദ്യുതി, മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണ, ഇനി സോളാർ ആണെങ്കിൽ സൗരോർജ്ജം എന്ന് എഴുതുക. ഇനി മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി കക്കൂസിൻ്റെ ലഭ്യത, അതായത് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് മാത്രമുള്ള കക്കൂസ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. അല്ല നമ്മൾ കോമൺ ആയിട്ട് മറ്റ് കുടുംബങ്ങളായിട്ട് പങ്കിടുന്നതാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി പൊതു കക്കൂസ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. അടുത്തത് കക്കൂസിൻ്റെ തരമാണ് ചോദിക്കുന്നത്. അത് പല ടൈപ്പ് കക്കൂസ് ഉണ്ട്. ഫ്ലഷ് ചെയ്ത് കക്കൂസ് ഉണ്ട്, ഇരട്ടക്കുഴി കക്കൂസ് ഉണ്ട്, ഒറ്റക്കുഴി കക്കൂസ് ഉണ്ട്, സർവീസ് കക്കൂസ് ഉണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാ സൗകര്യമുള്ള വീടുകളിലൊക്കെ തന്നെ ഫ്ലഷ് വെള്ളം ഒഴിക്കുന്ന കക്കൂസാണ്. അതിൽ തന്നെ സെപ്റ്റിക് ടാങ്ക്, മറ്റ് സിസ്റ്റം, അതുപോലെ പൈപ്പോട് കൂടിയ സീവർ സംവിധാനം, അത് ഏതാണ് നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക. ഇനി അടുത്ത അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ ഏത് അഴുക്കുചാലായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, മൂടിയ ഡ്രെയിനേജുമായിട്ടാണോ, തുറന്ന ഡ്രെയിനേജിനോടാണോ, അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജിനോട് ഇല്ലെങ്കിൽ അത് എഴുതുക. അടുത്ത് പരിസരത്ത് കുളിക്കാനുള്ള സൗകര്യം ഉള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക. കുളിമുറിയാണെങ്കിൽ കുളിമുറി എഴുതുക. ഇനി മേൽക്കൂരയില്ലാത്ത മറപ്പുരയാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി അടുത്തത് നമ്മുടെ LPG കണക്ഷൻ ഉണ്ടോ,
എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പാചകം അടുക്കളയിൽ, LPG ആണെങ്കിൽ LPG എന്ന് എഴുതുക. ഇനി പാചകം വീട്ടിനുള്ളിലാണ്, എന്നാൽ അടുക്കളയിലല്ല. പാചകം തുറസായ സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ പൊതുവെ എല്ലാ വീടുകളിലും വീടിനകത്തായിരിക്കും LPG ഉണ്ടായിരിക്കും. അങ്ങനെ ആളുകൾ അങ്ങനെ എഴുതുക, അല്ലാത്ത ആളുകൾ അവരുടേതായ രീതിയിൽ എഴുതുക. പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പാചകവാതകം LPG ഓർ PNG ആണെങ്കിൽ നമ്മൾ LPG PNG എന്ന് എഴുതുക. ഇനി അഥവാ വിറകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിറകെന്ന് എഴുതുക. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഇനി വൈദ്യുതി ആണെങ്കിൽ വൈദ്യുതി എഴുതുക. അടുത്തത് കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് റേഡിയോ, ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് എഴുതാം. ടെലിവിഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്? ലാപ്ടോപ്പിൽ നിന്നാണോ, കമ്പ്യൂട്ടറിൽ നിന്നാണോ, അല്ല മൊബൈൽ സ്മാർട്ട് ഫോണിൽ നിന്നാണോ, മറ്റേതെങ്കിലും ഉപകരണത്തിനാണോ ഇൻ്റർനെറ്റ് ലഭിക്കുന്നത്? അത് എഴുതാം. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. അടുത്തത് ടെലിഫോൺ അഥവാ മൊബൈൽ ഫോൺ അഥവാ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന ചോദ്യമാണ്. അതിൽ ഉണ്ടെങ്കിൽ എഴുതുക. മൊബൈൽ മാത്രമാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതാനും പറ്റും. പിന്നീട് സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ് എന്നിവയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടുമെന്ന് എഴുതാം. ഇനി കാറ്, ജീപ്പ്, വാൻ എന്നിവയുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. അടുത്തത് കുടുംബത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അരി, ഗോതമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ കേരളീയർ നമ്മുടെ പ്രധാനപ്പെട്ട ധാന്യം അരി ആയതുകൊണ്ട് നമ്മൾ അരി എഴുതുന്നു. ഇനി ഗോതമ്പ് മാത്രം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഗോതമ്പ് എന്ന് എഴുതാം. ഇനി അവസാനത്തെ ചോദ്യം മൊബൈൽ ഫോണിൻ്റേതാണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ നമ്പർ നമ്മൾ ആദ്യമായിട്ട് കൊടുത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നുകൊള്ളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇനി ഈ എല്ലാ നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ തന്നെ പ്രിവ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നു. ഇനി നമുക്ക് ഇതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഡ്രാഫ്റ്റായിട്ട് സൂക്ഷിക്കണമെന്നെങ്കിൽ ഡ്രാഫ്റ്റായിട്ട് സൂക്ഷിക്കാം. ഇനി അതല്ല നമ്മളിത് പ്രൊസീഡ് ചെയ്യുകയാണ്, നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ സെൽഫ് എന്യൂമറേഷനായിട്ട് നമ്മൾ അയക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അത് പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു നമ്പർ കിട്ടുന്നു. ആ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഈ നമ്പറാണ് നമ്മൾ എന്യൂമറേറ്റർമാർ ജൂലൈ 1 മുതൽ നമ്മുടെ വീടുകളിൽ വരുന്ന സമയത്ത് കൊടുക്കേണ്ടത്. എന്യൂമറേറ്റർമാരുടെ പ്രക്രിയ അവർ എന്തായാലും തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഒരു സെൽഫ് എന്യൂമറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവർക്ക് ഈ പ്രക്രിയ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ തീർക്കാൻ പറ്റും. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. ജൂൺ 30 തന്നെ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും.